കുമ്പാരി ഈ വേഷമൊക്കെ ഒന്ന് മാറ്റണ്ടേ? കുളിക്കാൻ അപ്പുറത്ത് മറപ്പരയുണ്ട്. ഈ മേരിക്കുട്ടി, മേരിക്കുട്ടിയെ എന്താ ചേച്ചാ? കുളിക്കാൻ ഇച്ചിരി വെള്ളം കോരി വയ്ക്ക. കുളി കഴിഞ്ഞിട്ട് ഇത് ഉടുക്കാം. മേടിച്ചിട്ട് ഞാൻ ഇതുവരെ ഉടുത്തിട്ടില്ല. അമ്മച്ചേ, അമ്മച്ചേ, എന്നതാടാ? അലക്കിട്ടിരിക്കണ തോർത്തിക്ക് എടുത്തേ. നീ ഇങ്ങോട്ട് വന്നേ. ആ ചെറുക്കന് കുടിക്കാൻ വല്ലതും വേണമെങ്കിൽ വാങ്ങിച്ചു കൊടുക്ക്. ചോദിക്കട്ടെ. കുമ്പാരി, കുടിക്കാൻ എന്തെങ്കിലും? ഇപ്പോഴൊന്നും വേണ്ട. ഇവിടെ അടുത്തൊരു ഉഷയുണ്ട്. ഉഷ ഉപഷാപ്പ്. നല്ല ഒന്നാം തരം കണ്ടു കിട്ടും. ചമ്മണമേ അടിച്ചോണ്ട് വരാം. വേണ്ട ജോസ്, വേണ്ട. ഞാനിനി ഒരിക്കലും കുടിക്കില്ല. ഞാനും അങ്ങനൊന്നും കുടിക്കത്തില്ല. പിന്നെ പണി കഴിഞ്ഞ് വരുമ്പോ 2 ഗ്ലാസ് അടിക്കും. കുടി ചിലപ്പം നമ്മുടെ ജീവിതം തകർത്തുന്ന വരും ജോസെ. വെള്ളം ചൂടാക്കണോ അച്ചാച്ച? കുമ്പാരി ചൂടുവെള്ളത്തിലാണോ കുളിക്കണേ? അല്ല. വേണ്ട. മണി 10 ശാന്തമ്മേ. ഡോക്ടർ ഇതുവരെ കണ്ടില്ലല്ലോ. പ്രസവ കേസിന് പോയതല്ലേ, 2 അറിയാതെ വരാൻ പറ്റുമോ? ഡോക്ടർക്ക് 100 ആയിസാ. ദേ വരുന്നുണ്ട്. നമസ്കാരം. കാത്തിരുന്ന് മുഷിഞ്ഞായിരിക്കും. ഞാൻ ആ വസ്തിന്റെ മകളെ പ്രസവത്തിന് പോയത്. കൊച്ചു തലതിരിഞ്ഞ് അകത്ത് കിടന്നത് നേരെയാക്കി പുറത്ത്. കൊച്ചിന് കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷെ തള്ള കാര്യമായി. അയ്യോ, എല്ലാവരെയും ചീട്ടെടുത്തിട്ടുണ്ടോ ശാന്തമ്മേ? ഉണ്ട്. ആ പെങ്കൊച്ചേതാ? ഇവിടെ പുതിയതായിട്ട് വന്നാ തോന്നുന്നേ. അവരെ ആദ്യം വിളി. തങ്കമ്മ, ഇരിക്കൂ. എന്താ? ഇവക്കൊരു പല്ലുവേദന. ഓഹോ, വരണം. നിങ്ങൾ അവിടെ നിൽക്കണം. ശാന്തമ്മേ, ഇഞ്ചക്ഷൻ തയ്യാറാക്കും. ശരി. മമ്മൂക്കാക്ക് ചമ്പക്കച്ചോടാ. താമസം കുറെ ദൂരെ ആണേലും ഇവിടെ കൂടെ ഉണ്ട്. ഇവിടെ നടക്കുന്ന എല്ലാ നല്ല കാര്യത്തിനും മമ്മൂക്ക മുമ്പൊക്കെ. ഞമ്മളെ വാപ്പ ആദ്യം ഇവിടെ കച്ചവടത്തിന് വന്നപ്പോ ഈ ജോസിന്റെയും ജോയിന്റെ ഒക്കെ അപ്പന്മാരാണ് വാപ്പയെ സഹായിച്ചത്. നമുക്കത് മറക്കാൻ വെക്കുക. ആട്ടെ, ബാബു സാറിന്റെ വീട് എവിടെയാന്ന് പറഞ്ഞില്ലല്ല? കുറച്ച് ദൂരെയാ. ജോസേ, ജോസേ, ഒരു 10 രൂപ കാശ് കണ്ട്. മോനൊരു കുറവില്ല. നമ്മുടെ രാജപ്പൻ ഡോക്ടർ ഒന്നുകൂടി കാണിക്കാനാ. കുഞ്ഞിനെ അങ്ങനെ ഇരിക്കാണ്ട് കല്ലിക്കുട്ടി. ഒരു കുറവുമില്ല ചേട്ടത്തി. കുഞ്ഞിന് എന്താ അസുഖം? വയറ്റിളക്കം ചെറുതിൽ പോവാ. രാജപ്പൻ ഡോക്ടർ ഗുളിക തന്നു. അതിന്റെ പകുതി കൊടുത്ത പിന്നെ വയറ്റിന് വെള്ളം പോലെ പോകുന്നേ. എന്ത് മരുന്നാ കൊടുത്തത്? ഒരു വെളുത്ത ഗുളിക ഇതാക്കിയിട്ട്. ഞാനൊരു മരുന്നിനെ കുറിച്ച് തരാം, മേടിച്ചു കൊടുക്കാം. സംശയിക്കണ്ട, മേടിച്ചു കൊടുത്തത്. ജോസേ, ഇച്ചിരി കടലാസം മേടിച്ചു തന്നെ. പേരുകുട്ടി, ഒരു കടലാസം പെൻസിലിംഗ് എടുത്താടി. കുഞ്ഞിനെ ഇങ്ങോട്ട് തന്നത്. അല്ല, സാറിന് മരുന്ന് കുടിക്കാൻ അറിയാവാ? ഈ മരുന്ന് വാങ്ങി 1/2 ഗുളിക വീതം 3 നേരം കൊടുത്തു. അതിന് കാശ് വേണ്ടേ? അത് ഞാൻ മറന്നു. മോനെന്ത് പറ്റിയടാ? കുമാര്, തന്റെ കൂട്ടുകാരൻ കുറിച്ച് മരുന്ന് മേടിച്ചു കൊടുക്കാവാ. കണ്ടിട്ട് ഏതാണ്ടൊക്കെ അറിയാവുന്ന ആളല്ല തോന്നണേ. ചിലപ്പോ ഏതെങ്കിലും മരുന്ന് ഷാപ്പിൽ എടുത്തു കൊടുക്കാൻ ആളായിരിക്കാം. പണ്ടം കണ്ട് കൈ കിട്ടാൻ നിന്ന രാജപ്പൻ ഡോക്ടറുടെ മരുന്ന് കൊടുക്കാമെങ്കിൽ ഇതൊന്ന് കൊടുത്തു നോക്ക്. കൊടുത്തു നോക്കാം. നെല്ലിക്കുട്ടി, നീ വീട്ടിലേക്ക് പോയിക്കോ. ഞാനിപ്പോ വന്നേക്കാം. അവളിവിടെ വെക്കട്ടെ, നീ മരുന്ന് മേടിച്ചോണ്ട് വാ. നീ വാടി. മേരിക്കോട്ടെ, ഇപ്പൊ
എന്നാല് കാറ് കാണുന്നുണ്ടല്ലോ. ആ കാറ്റുണ്ടല്ല, കാറ് മാറും. വരി നമ്മുടെ ചങ്ങായിക്കും വെള്ളത്തിൽ പോരണമെന്നുണ്ട്. ആരെ ബാബു സാറോ? ആ വേണ്ട വേണ്ട, കടൽ ചുരക്കിന്റെ വാളടിക്കും സാറേ. അത് സാരമില്ല. സാരമുണ്ട്, ഞങ്ങള് വള്ളത്തിൽ പോയി മീൻ പിടിച്ചുകൊണ്ടുവരാം. സാറ് ഈ കരക്കിരുന്നാ മതി. എന്റെ കുഞ്ഞുമോനെ വന്നതുപോലെ ആർക്കെങ്കിലും ദണ്ണം വരികയാണെങ്കിൽ നോക്കാൻ ഒരാള് വേണമല്ല. കുഞ്ഞിനെങ്ങനെയുണ്ട്? സാറിന്റെ ഒറ്റ നേരത്തെ മരുന്ന് കൊടുത്തപ്പോഴേ സൂക്കേട് പോയി. സത്യം പറയാലോ, സാറ് മരുന്നിനെ കുറിച്ച് ചെന്നപ്പം എനിക്ക് ഇച്ചിരി സംശയം ഉണ്ടായിരുന്നു. സാറിന് ചികിത്സിക്കാൻ അറിയാമോ? ആ, ഇപ്പൊ മനസ്സിലായില്ലേ സാറിന് ചികിത്സിക്കാൻ അറിയാമെന്ന്? കൊള്ളാം. സാറില്ലായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞുമോനെ മെഡിക്കലിൽ കൊണ്ടുപോയി വന്നേനെ. സാറേ, നമ്മുടെ വയറ്റിന് ഇവിടെ ആയിട്ട് കിടപ്പൊരു വേദന. ഒത്തിരി മരുന്ന് കഴിച്ചതാ. ഒന്ന് നോക്കിയാട്ടെ. എത്ര ആളാ തുടങ്ങിയിട്ട്? കുറച്ചു നാളായി. ഇവിടാണോ? കുറച്ച് താപ്പോട്ട്. ആ, അവിടെ. ഇതെന്താ മമ്മൂക്ക, കടപ്പുറം ആശുപത്രിയാക്കാൻ പോവാണാ? ഈ കടപ്പുറത്ത് നമുക്ക് നല്ലൊരു ആശുപത്രി ഉണ്ടാക്കാൻ പറ്റൂ. കാശും ചക്രവും പെരുത്തില്ലെങ്കിലും നമുക്കെല്ലാം പടച്ചോന്നെന്ന നല്ലൊരു മനസ്സില്ലേ? നമ്മളെല്ലാം ഒത്തുകൂടിയ ഒന്നാമതൊരു ആശുപത്രി ബാബു സാറിന് ഉണ്ടാക്കി കൊടുക്കാം. മതി, തലവലിക്ക് വെച്ച് പിടിച്ചോ. 'അമ്മച്ചി നാട്ടുകാരൊക്കെ അറിഞ്ഞ എന്നെ കെട്ട വഴിയൊക്കെ നമുക്കുണ്ടാക്കാം. വാ. മേരിക്കുട്ടിയെ, അല്ല നീ ഇവിടെ വന്നിരിക്കുകയാണോ? അങ്ങോട്ട് തന്നെ കറിക്കുന്നരച്ചേ. അമ്മച്ചി, എനിക്കൊരു വയറ്റുവേന. അതിന് നീ കാലത്ത് കണ്ടാടച്ചാണെ വല്ലതും തിന്നാ? ഇല്ല. ആ, എന്നാ വായുവിന്റെ കയറ്റമായിരിക്കും. നീ ആ ബാബുമോന്റെ ആശുപത്രി ചെന്നിത്ര മരുന്ന് മേടിച്ചു കുടിക്ക്. ശരി അമ്മച്ചി. എടിയടി, എങ്ങോട്ടാ? മരുന്ന് മേടിക്കാൻ. ഈ വേഷത്തിലാ? പോയി സാരിയും ബ്ലൗസും മാറ്റിട്ട് പോടി വന്നേ.
സാറേ ഒരു അർജന്റ് രോഗി വന്നിട്ടുണ്ട്. അർജന്റ് രോഗിയോ? ആരാ? ഇനി കയറി വാ ചേച്ചി. ഈ ഗുളിക കാലത്തും വൈകിട്ടും ഓരോന്ന് കഴിക്കുക. മേരിക്കുട്ടിയാണോ അർജന്റ് രോഗി? എന്താ വന്നത്? എനിക്ക് നെഞ്ചിനകത്ത് ഒരു വേദന. നീ വരൂ, ഇവിടെ കയറി കിടന്നേ. കിടന്നേ. ഇവിടെ വേദനയുണ്ടോ? ഇല്ല. ഇവിടെ? പിന്നെ എവിടെ വേദന? മേരിക്കുട്ടി, നീ എന്താ കണ്ണടച്ചത്? ഞാൻ നോക്കിയിട്ട് അസുഖമൊന്നും കാണുന്നില്ലല്ലോ.